ഹായ് ഹലോ മൈത്തൂരു മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാലിനും വൈജയന്തിയും 22 വർഷങ്ങൾക്ക് ശേഷം നേർക്കുനേർ കാണുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. പെൺവാണിഭ സംഘത്തിൽ ഏർപ്പെട്ട ബബിത ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് അവളോട് തന്നെ ദേഷ്യവും വെറുപ്പുമായിരുന്നു. താൻ വിശ്വസിച്ച തൻ്റെ കൂട്ടുകാരികൾ തന്നെ ചതിക്കുവാണെന്ന് മനസ്സിലാക്കിയ ബബിത ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയാൻ തീരുമാനിച്ചു. അങ്ങനെ വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലായിരുന്ന ബബിതയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും താൻ ആരാണെന്ന് സത്യം അവളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അലീന. താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണെന്ന് അലീന ബബിതയോട് പറയാണ്. അതിനുശേഷം കുറച്ച് ദിവസം ഹോസ്പിറ്റൽ വാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം അലീന കുളത്തുപുഴയിലേക്ക് തന്നെ തിരികെ പോകുന്നുണ്ട്. അന്നേരം അവളുടെ കൂടെ ബബിത ഉണ്ടാവും. ആദ്യമൊക്കെ വൈജയന്തി ഒരുപാട് എതിർത്തെങ്കിലും ബബിത തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ അലീന ചേച്ചിയുടെ കൂടെ പോയാൽ എന്താ കുഴപ്പം? അങ്ങനെ കണ്ടവരുടെ കൂടെ പോയാൽ നിനക്ക് എന്താടി ഇവിടെ വീടില്ലേ? വേലക്കാരുടെ വീട്ടിലേക്കാണോ നീ പോകുന്നത്? ഒടുവിൽ ബബിതയും തന്നെ അലീനയോട് കൂടെ പോവാൻ തീരുമാനിക്കാണ്. ബാലചന്ദ്രനും അതിന് സമ്മതമായിരിക്കും. പിന്നീട് വൈജ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ അവിടെ പോയതിനു ശേഷം ബബിത സ്റ്റാലിൻ പപ്പയെ കാണുകയും സ്റ്റാലിൻ വൈജയുടെ പ്രതിരൂപമായ ബബിതയോട് വല്ലാതൊരു വാത്സല്യവും സ്നേഹം തോന്നുകയും ചെയ്യാണ്. ബബിതയെ കണ്ടപ്പോൾ മുതലേ വൈജയെ കുറിച്ചുള്ള പഴയ ഓർമ്മകളെല്ലാം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും മനസ്സിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ പഴയ ആൽബമെല്ലാം മറിച്ചു നോക്കുന്നിടയിലാണ് അലീൻ അങ്ങോട്ട് കയറി വരുന്നത്. പപ്പയ്ക്ക് അമ്മയെ ഇതുവരെ മറക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല, അതൊരിക്കലും മറക്കാൻ കഴിയില്ല, ഇനി ഒരിക്കലും മറക്കാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബബിത തനി രൂപമാണ് അമ്മയുടെ. പപ്പയ്ക്ക് അങ്ങനെ തോന്നിയോ? അതെ, എനിക്ക് തോന്നി. അതേ രൂപം ആഗ്രയിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് നടന്നപ്പോഴുണ്ടായിരുന്ന അതേ കണ്ണുകൾ എല്ലാം അതുപോലെ തന്നെ. അതെനിക്ക് മനസ്സിലായി. പപ്പ ബബിതയെ കണ്ടപ്പോൾ സ്തംഭിച്ച് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പപ്പ, സ്റ്റാലിൻ പപ്പ ആ ബബിതയായിട്ട് നന്നായിട്ട് കൂട്ടുകൂടാണ്. അവളുമായിട്ട് തോട്ടത്തിലെല്ലാം അവളെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അലീനയെ പോലെ തന്നെ ബബിതയും അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ ബബിതയ്ക്ക് വന്ന എല്ലാ പ്രശ്നങ്ങളും സ്റ്റാലിനോട് തുറന്ന് പറയുന്നുണ്ട്. ബബിതയെ അന്വേഷിച്ച് പോലീസ് കുളത്തുപുഴയിൽ വരാണ്. പെൺവാണിഭ കേസിൽ ബബിതയും അകപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ബബിതയെ ചതിച്ചവരെല്ലാം ഇപ്പോഴും ഈസി ആയിട്ട് തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ പെൺകുട്ടികളെ ഇതുപോലെ ചതിൽപ്പെടുത്തി ഓരോരോ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവരിപ്പോൾ മാന്യമായി സേഫായിട്ട് ഇപ്പോഴും ആ തൊഴിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിട്ടാൽ പറ്റിയില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ബബിതയെ ചതിച്ചവർക്കെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ ആ സമയത്ത് മാമച്ചനും ഗ്രേസാമ്മയും അവർ ഹെൽപ്പ് ചെയ്യാം. അവർക്ക് അറിയാവുന്ന DGPയെ തന്നെ സ്റ്റാലിന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് സ്റ്റാലിനും ബബിതയും കൂടെ എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. അലീന ചേച്ചിയും കൂടെ വാ, അലീന ചേച്ചി ഉണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമായിരുന്നു. ബബിത പറയുമ്പോൾ മോളെ എല്ലാവരും കൂടി ഇവിടുന്ന് പോയാൽ എങ്ങനെ ശരിയാവും? ഞാനും വല്യപ്പച്ചനും ഇവിടെ നിൽക്കാം. മോൾക്ക് പപ്പയുടെ കൂടെ പോവാൻ ഭയമൊന്നുമില്ലല്ലോ? അതുകൊണ്ടല്ല. എന്നാലും അലീന ചേച്ചി ഉണ്ടാകുമ്പോൾ വേറൊരു ധൈര്യം. അതുകൊണ്ടാ. നീ പോകുന്നത് രേവതി കുട്ടിയുടെ വീട്ടിലേക്കല്ലേ? അവിടെ രേവതി ഉണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ഭയക്കുന്നത്? പിന്നെ എന്തായാലും ഈ കേസിൻ്റെ പുറകെയൊന്നും പോവാതെ തന്നെ നിന്നെ കോളേജിൽ തിരിച്ചെടുക്കും. പപ്പയാണല്ലോ കൂടെ വരുന്നത്. നിന്നെ കോളേജിൽ തിരിച്ചെടുക്കുകയും ചെയ്യും. നീയല്ല തെറ്റിക്കാരി. അവിടെ തെറ്റ് ചെയ്തവർ വിലസുന്നുണ്ടല്ലോ, അവരെ പിടിച്ച് അകത്ത് ഇടാൻ ചെയ്യാം. ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ അലീന ബബിതയെ ഇങ്ങനെ ധൈര്യം പകർന്നുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ കൂടെ ബബിതയും സ്റ്റാലിനും കൂടെ എറണാകുളത്തേക്ക് പുറപ്പെടുകയാണ്. അന്നേ ദിവസമാട്ടോ വൈജയന്തിയുടെ ബാങ്കിൽ നിന്ന് ഒരു ടൂറ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാഫുകളെല്ലാവരും കൂടെ ഒരുമിച്ച് അവർ ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈജ ഒഴിയാൻ നോക്കിയെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വൈജയോട് പറയുന്നുണ്ട്, ഒരു റിലേഷൻ വേണ്ടേ വൈജ? എന്താ ഇങ്ങനെ എപ്പോഴും വീട് ജോലിയായിട്ട് നടന്നാൽ മതിയോ? നമുക്കും കുറച്ച് അടിച്ച് പൊളിക്കേണ്ടേ? ജോലിയുടെ എല്ലാ ടെൻഷനും മറന്ന് വീട്ടിലെല്ലാം മറന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടൂറ് പോവാം. അങ്ങനെ ബാങ്കിൽ നിന്ന് എല്ലാ സ്റ്റാഫും കൂടെ ഒരുമിച്ച് ഒരു 2-3 ദിവസത്തിന് ഒരു ടൂർ പ്ലാൻ ചെയ്യാണ്. വൈജ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ശരിയാണ്, വീട്ടിലിരുന്ന് താൻ ഒറ്റപ്പെട്ടു പോയി അതിൽ നിന്നെല്ലാം ഒരു മോചനം ഈ ഒരു യാത്രക്ക് കഴിയുമെങ്കിലോ എന്നും കരുതിക്കൊണ്ട് അവൾ ആ ടൂറിന് പോകാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയം തന്നെ അവർ എറണാകുളത്ത് എത്തി. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ ബസ്സിൽ വന്ന് കയറാട്ടോ. അപ്പോഴാണ് ഒരു സ്റ്റാഫ് ഹോട്ടലിൽ തന്നെ ആയിരിക്കും. അവർ ഭക്ഷണം കഴിച്ച് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ബസ്സിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്താണ്
ഒരു പെൺകുട്ടി കാറിൽ നിന്ന് ഇറങ്ങുന്നത് അത് ബബിതയാണല്ലോ എന്നെല്ലാം ഓർത്ത് നേട്ടി നിൽക്കാട്ടോ. അവൾ എങ്ങനെ ഇവിടെ വന്നു? അവൾ അലീനയുടെ അരികിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോയത്. പിന്നെ എങ്ങനെ അവൾ ഇവിടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കുകയാണ്. ആ സമയത്ത് തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ആദ്യം ഡോർ തുറന്നിറങ്ങുന്നത് ബബിതയാണ്. എന്നിട്ട് ഒരു കുട നിവർത്തിക്കൊണ്ട് നേരെ അപ്പുറത്ത് ഡ്രൈവിംഗ് സീറ്റിൽ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അത് ബാലചന്ദ്രനല്ല, മറ്റാരോ ആണ്. മുഖം തന്നെ വ്യക്തമായി കാണുന്നില്ല. ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ വൈജയന്തിക്ക് ആ ആളെ മനസ്സിലാവുന്നില്ല. ഹോട്ടലിലേക്ക് കയറിപ്പോയത് കാണുന്നുണ്ട്. ബബിതയുടെ കൂടെ ആരാണ്? താൻ അറിയാത്ത ഒരാൾ അലീനയുടെ കൂടെ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ എങ്ങനെ ഈ എറണാകുളത്തെത്തി? അങ്ങനെ പല ചോദ്യങ്ങളും വൈജയുടെ മനസ്സിലുണ്ട്. അങ്ങനെ വൈജ തൻ്റെ കൂടെ വന്ന സ്റ്റാഫിനെ നോക്കാനെന്നോണം ആ ഹോട്ടലിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ഒരു ബോയ് വന്ന് ചോദിക്കും, എന്താ മാഡം? അല്ല, ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടെയുണ്ട്. ഇല്ല, എല്ലാവരും പോയി ബസ് കയറി. അല്ല, ഇവിടെയുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഇവിടെ നോക്കുകയാണ്. അങ്ങനെ ഒരു ഫാമിലി റൂമിൽ സ്റ്റാലി ജോസഫും ബബിതയും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. സ്റ്റാലിൻ ഇങ്ങനെ പുറം തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആദ്യം അയാളുടെ മുഖം മനസ്സിലാവുന്നില്ല. ബബിത പെട്ടെന്ന് തൻ്റെ അമ്മയെ കണ്ടതും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാലിൻ തിരിഞ്ഞു നോക്കുമ്പോൾ വൈജയെ കാണാണ്. വൈജ അപരിചിതനായ ഒരാളെന്ന് കരുതിയതും പെട്ടെന്ന് താൻ കണ്ടു മറിഞ്ഞ മുഖം സ്റ്റാലിൻ ജോസഫിൻ്റെ ആണെന്ന് കണ്ടതും അവളാകെ നെട്ടലോടെ അവിടെ തന്നെ നിൽക്കുക. അമ്മ എങ്ങനെ ഇവിടെ എത്തി എന്ന് തന്നെ അവൾ പകച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരക്ഷരം മിണ്ടാനാവുന്നില്ല. തൻ്റെ മകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ കൂടെ, അതും സ്റ്റാലിൻ ജോസഫിൻ്റെ കൂടെ അവളുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല വൈജ. പക്ഷേ വൈജ അവിടെ തറഞ്ഞു നിന്നു പോവാണ്. 22 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രയിലെ ആ സ്റ്റാലിൻ്റെ കൈപ്പിടിച്ച് നടക്കുന്ന ആ രംഗം അവളുടെ മനസ്സിലോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. ഷെറിൻ മാഡം വരുന്നുണ്ട്. മാഡം എന്താ ഇവിടെ നിൽക്കുന്നത്? മാഡത്തെ ഒരുപാട് നോക്കി, എല്ലാവരും ബസ്സിൽ കയറി, വാ മാഡം എന്ന് പറയാണ്. ആ, ഇത് മാഡത്തിൻ്റെ മകളല്ലേ? എന്താ ഇവിടെ? മാഡത്തിൻ്റെ മകൾ ഇവിടെയാണോ പഠിക്കുന്നത്? ബബിതയെ നോക്കി അവൾ ചോദിക്കുന്നുണ്ട്. ആ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടെ തന്നെ പോവാണ്. സ്റ്റാലിൻ പുറകെ വരുന്നുണ്ട്. അപ്രതീക്ഷമായ കണ്ടമുട്ടലിൽ നെട്ടൽ ഭാവത്തിൽ സ്റ്റാലിൻ പുറകെ വന്നെങ്കിലും അപ്പോഴേക്കും വൈജ ടൂറിസ്റ്റ് ബസ്സിൽ കയറിപ്പോയിട്ടുണ്ടാവും. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. തൻ്റെ മകൾ എങ്ങനെ സ്റ്റാലിനെ കണ്ടുമുട്ടി? അവരെങ്ങനെ പരിചയം? നാനാവിധ ചിന്തകൾ അവളുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. രോഹിത്തും പഠിക്കാൻ പോയെടുത്തായിരിക്കും കൃഷ്ണമോള് കൊല്ലപ്പള്ളിയിലാക്കിയതിനു ശേഷമാണ് വൈജ ഇങ്ങനൊരു ടൂറിന് പോയത് പോലും. അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ കൃഷ്ണമോൾ അമ്മയെ കാണുന്നുണ്ട്. ആ, അമ്മ തിരിച്ചെത്തിയോ? നന്നായി ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന് കൃഷ്ണമോൾ ഒരു ഭംഗി വാക്ക് പോലെ പറയുന്നുണ്ട്. അമ്മ മറ്റെന്തോ ആലോചനയിലാണെന്ന കാര്യം അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ശിവശങ്കരമേനോൻ അങ്ങോട്ട് വരികയാണ്. അതിന് ശേഷം കൃഷ്ണമോളോട് വൈജ പറയുന്നുണ്ട്, മോള് പോയി പഠിക്കാനുള്ളതെല്ലാം പഠിക്ക്, ഞാൻ പോയിട്ട് നിനക്ക് ചായ എടുക്കാം, മോൾ ചെല്ലെന്ന് പറഞ്ഞ് കൃഷ്ണയെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അതിനുശേഷം ശിവേട്ടനോട് പറയുന്നുണ്ട്, ശിവേട്ട, ഞാൻ ഇന്ന് അയാളെ കണ്ടു. ആരെ കണ്ടെന്ന്? ബബിതയുടെ കൂടെ. ബബിതയുടെ കൂടെയോ? നീ ആരെ കണ്ട കാര്യം വൈജ ഈ പറയുന്നത്? സ്റ്റാലിൻ ജോസഫിനെ. സ്റ്റാലിനോ? അവൻ എങ്ങനെ ബബിതയുടെ കൂടെ? എന്താ കാര്യം? എനിക്കറിയില്ല. അലീനയുടെ കൂടെ പോയെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അവൾ എറണാകുളത്ത് സ്റ്റാലിൻ ജോസഫുമൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ആ നട്ടിൽ തന്നെ ശിവശങ്കരം, അതെങ്ങനെ പറ്റി? നീ അവളെ ഒന്ന് വിളിക്ക്. അങ്ങനെ ബബിതയെ വിളിക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയം ബബിതയും സ്റ്റാലിൻ ജോസഫും കോളേജിലായിരിക്കും. സ്റ്റാലിൻ്റെ നല്ല പെർഫോമൻസ് കൊണ്ട് തന്നെ അവിടെ ബബിത ഒരു തെറ്റുകാരില്ലെന്ന് മനസ്സിലാക്കി ബബിതയെ തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവളെ ചതിച്ച 2 കൂട്ടുകാരികൾക്കെതിരെ പോലീസ് പരാതിപ്പെടുകയും സ്റ്റാലിൻ ജോസഫ് ചെയ്യുന്നുണ്ട്. സെക്സ് റാക്കറ്റിലെ കണ്ണികളാണ് അവർ. ഓരോ പെൺകുട്ടികളെ ഇതുപോലെ വലയിൽ വീഴ്ത്തി പല റിസോർട്ടുകളെയും കൊണ്ടുപോയി അവരെ വേണ്ട വിധം ഉപയോഗിക്കലാണ് ഇവരുടെ പണിയെന്ന കാര്യം അവിടുത്തെ സിസ്റ്ററിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്. അതിനുശേഷം അവർ നേരെ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ബബിത ആ കോൾ കാണുന്നത്. ശിവശങ്കരൻ മേനോനാണ്. അങ്കിളാണല്ലോ വിളിക്കുന്നത്. ബബിത കോൾ അറ്റൻഡ് ചെയ്ത്, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ എറണാകുളത്ത് രേവതിക്കുട്ടിയുടെ വീട്ടിൽ. നീ അലീനയുടെ കൂടെ പോകുന്നല്ലേ ഇവിടെ എല്ലാവരോടും പറഞ്ഞത്? ആ, അലീന ചേച്ചി എന്നോട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞു. അല്ല, ഇനി എപ്പോഴാ തിരിച്ചു വരുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്നാലേ പെട്ടെന്ന് വരാൻ നോക്ക്. നീ അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങി നടക്കാണെന്ന വിവരം ഞാൻ കേട്ടു. അമ്മ പറഞ്ഞതായിരിക്കും.
അമ്മ ഇന്നലെ എന്നെ കണ്ടിരുന്നു. ആര് പറഞ്ഞാലും നിനക്കെന്തിനാ ഒരു ബന്ധമില്ലാത്ത വീട്ടിൽ പോയി നിൽക്കുന്നത്? നിനക്ക് ഇവിടെ തന്നെ ഒരുപാട് ബന്ധുക്കളില്ലേ ബബിതേ? അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ലേ ഇത്രയും കാലം ജീവിച്ചത്? ബബിതയുടെ വർത്തമാനം കേട്ട് ശിവശങ്കര മേനോന് ദേഷ്യം വന്നെങ്കിലും തൽക്കാലത്തേക്ക് അവളോട് മറുത്തൊന്നും പറയുന്നില്ല. സ്റ്റാലിൻ ജോസഫ് അവളുമായി എന്താ ബന്ധം? ഇനിയിപ്പോൾ വൈജയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണുമോ? വൈജയെ അവിടെ വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത്. മകളോട് നിന്റെ അമ്മയും ഞാനും ഒരുമിച്ചായിരുന്നെന്നും നിന്റെ അമ്മ കുറേ കാലം ആഗ്രയിൽ എൻ്റെ കൂടെ ജീവിച്ചെന്നും വിവാഹം കഴിക്കാൻ പോകുന്നതാണും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? ആ ഒരു ചിന്ത വൈജയുടെയും ഉള്ളിലുണ്ട്. പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും കൂടെ മാമച്ചൻ്റെയും ഗ്രീസാമ്മയുടെയും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. വൈജ അവിടേക്ക് ഇറങ്ങുന്നില്ല. ശിവേട്ടൻ പോയിട്ട് ബബിതയെ വിളിച്ചോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് ശിവശങ്കരൻ മേനോൻ ഇറങ്ങുന്നതും ഗ്രേസാമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും കാണുന്നുണ്ട്. ഇത് ബബിതയുടെ അങ്കിളല്ലേ? ആണോ? ബബിതയുടെ അങ്കിളാണോ? അങ്ങനെ ഗ്രേസാമ്മയും മാമച്ചനും വരണം, കയറി വരണം എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ സൽക്കരിക്കുന്നുണ്ട്. ഇല്ല, ബബിത ഇവിടെ, അവളോട് വരാൻ പറ, അവളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഇവിടെ ഒറ്റം വന്നിട്ട് വീടിൻ്റെ അകത്ത് കയറാതെ എങ്ങനെയാ? നിങ്ങൾ വാ, നിങ്ങൾ അന്യരായിട്ടൊന്നും ഞങ്ങളെ കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും ശിവശങ്കരനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. കാറിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന കാര്യം അപ്പോഴാണ് ഗ്രൈസമ്മ ചിന്തിക്കുന്നത്. വൈജയന്തിയാണെന്ന കാര്യം ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലാവാണ്. കാറിൻ്റെ ഡോർ തുറന്ന് വൈജയോട് പറയണ്, ആരിത് മാഡോ? മാഡം എന്താ വന്നിട്ട് കയറാതെ പോകുന്നത്? ദേ വന്ന് കയറിയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോവാന്നേ, മോളെയും കൊണ്ടുപോവാം, ബബിതയുടെ അമ്മയല്ലേ, എന്തിനെങ്ങനെ അകൽച്ച കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തന്നെ വൈജ അറച്ചറച്ചാണെങ്കിലും ഗ്രേസാമ്മയുടെ കൂടെ വീടിൻ്റെ അകത്തേക്ക് പോവാണ് കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ ഒന്നും മിണ്ടാതെ സോഫയിൽ ഇരിക്കും. അങ്ങനെ ബബിത വന്നിട്ട്, അമ്മ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എടി വിളിച്ച ഫോൺ എടുക്കണം. നീ ഇവിടെ വന്നിരിക്കാമെന്ന് ആർക്കറിയാം? നീ അലീനയുടെ കൂടെ പോവാണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ എങ്ങനെ എത്തി? പെട്ടെന്ന് വാ, നമുക്ക് പോവാം. ദാ വരുന്ന, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. അപ്പോഴേക്കും രേവതിക്കുട്ടി വൈജയ്ക്കും ശിവശങ്കരനും മേനോനുമുള്ള കാപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവളെ ഒരു പുച്ഛത്തോടെ നോക്കി വൈജ ഒന്നും മിണ്ടുന്നു പോലില്ല. ആ സമയമാണ് അവിടെ മുകൾ ഭാഗത്തായിട്ട് നിൽക്കുന്ന സ്റ്റാലിൻ ജോസഫിനെ വൈജ കാണുന്നത്. വീണ്ടും കണ്ടപ്പോൾ ആ ഒരു ഷോക്കിൽ അവിടെ നിന്നതാ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ അയാൾ ഉണ്ടാവുമെന്ന്. തൻ്റെ മകളുമായിട്ട് അയാൾക്ക് എന്താ ബന്ധം? അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായിട്ടോ വൈജ സ്റ്റാലിനെ കണ്ടെന്ന്. സ്റ്റാലിൻ ഞങ്ങളുടെ ബന്ധുവാണെന്ന മട്ടിൽ അവർ സംസാരിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ്, പപ്പ, സ്റ്റാലിൻ പപ്പ വാ, എൻ്റെ അമ്മയെ പരിചയപ്പെടുത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ഒരു നാടകീയമായ രംഗം അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ സ്റ്റാലിൻ വന്ന് വൈജയെ ഇതെൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിനും പരിചയപ്പെടുത്താട്ടോ. ശിവശങ്കരനാണെങ്കിലോ ഇത് കണ്ടിട്ട് മുഖത്ത് രക്തം പോയ പോലെ നിൽക്കാണ്. ആകെ നടുങ്ങി വരച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും എല്ലാവരുടെ മുമ്പിൽ വിളിച്ച് പറയുമോ? ഒരിക്കലും പ്രതീക്ഷിച്ചല്ല 22 വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ കാണുമെന്ന് ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അങ്ങനെ സ്റ്റാലിനും പരിചയപ്പെടുത്തുന്നുണ്ട്. വൈജയന്തിക്ക് താൻ കണ്ടതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ ബബിത സ്നേഹത്തോട് സ്റ്റാലിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. നീ എവിടേക്കാടി എന്ന് പറഞ്ഞോണ്ട്, കള്ളം പറഞ്ഞോണ്ടാടി നീ വീട്ടിൽ നിന്ന് പോകുന്നത്? നീ എങ്ങനെ ഇവറ്റുകളുടെ കൂടെ എത്തി? എൻ്റെ അമ്മ ആ പപ്പയെ കണ്ടോ? ആ സ്റ്റാലിൻ പപ്പയോ? നീ അത് രേവതിക്കുട്ടിയൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. അതും കരുതി നീ വിളിക്കണമെന്നുണ്ടോ? അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് എന്നെ കോളേജിൽ തിരിച്ചെടുത്തത്. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ശിവശങ്കരമേനോൻ ചോദിക്കുന്നുണ്ടെങ്കിലും അത് രേവതിക്കുട്ടി വഴിയാണ്. എൻ്റെ കാര്യം അലീന ചേച്ചി രേവതിക്കുട്ടിയോട് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ഷെറിൻ ചേച്ചിയുടെ ബ്രദറാണ് അവർക്ക് ഇതിലൊക്കെ പിടിപാടാണെന്ന് പറഞ്ഞ് ഈ കേസിൽ ഇടപെട്ടത്. ചുളുവിൽ ബബിത കാര്യങ്ങളൊക്കെ പറയാട്ടോ. അപ്പോഴും ആഗ്രയിലെ സ്റ്റാലിൻ മുത്തുള്ള ഓരോ നിമിഷങ്ങളും വൈജയുടെ ഉള്ളിലോട്ട് വരികയാണ്. ഒരു ഭയം, തൻ്റെ മകളോട് എല്ലാം തുറന്നു പറഞ്ഞു കാണുമോ? ഇത്രയും വർഷം ഇത്രയും വെറുത്തപ്പെട്ട ഒരാളെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കലും കാണരുതെന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിച്ചതാണ്. പക്ഷേ അയാളെ മുമ്പിൽ തന്നെ ചെന്നുപെട്ടു. 22 വർഷം എവിടെ പോയി ഒളിച്ചതായിരുന്നു അയാളോട് എനിക്കിനി കാണുമ്പോഴെങ്കിലും രണ്ട് വാക്ക് ചോദിക്കാനുണ്ട്. എന്തിനാണ് ഈ വൈജിയെ നിങ്ങൾ ഇത്ര ക്രൂരമായി ചതിച്ചതെന്ന ചോദ്യം, അതിന് ഉത്തരവുണ്ടായിരിക്കില്ല സ്റ്റാലിൻ ജോസഫിന്. അങ്ങനെ പല കണക്കുകൂട്ടലോടുകൂടെയാണ് വൈജ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ വൈജ സ്റ്റാലിൻ ജോസഫ് പിന്നീട് കാണുന്നത് അലീന അവരുടെ മകളാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.